പരിവാദിനികളീലയ കലാകുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനി കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ശ്രീ ഗുരുഭ്യോ നമഃ. പരിമാണം തതഃ പരിമാണം തതഃ ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം തദ്വത് തസ്മാത് ഓം തദ്വത് തസ്മാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം സുഖൈകത്വാത് ഓം സുഖൈകത്വാത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വ്യാപകതയാ ദിശാമസ്തിത്വാത് ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. നമ്മൾ നോബിള് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ വേദാന്ത സൂത്ര ജപം നടത്തുമ്പോൾ ഒത്തിരി തെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി വളരെ ഭംഗിയായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ആ പ്രാർത്ഥനയിൽ തെറ്റുകളൊക്കെ കുറച്ചുകൊണ്ട് വേദാന്ത സൂത്രമൊക്കെ വളരെ ഭംഗിയായും കൃത്യമായും അച്ചടക്കത്തോടെയും ഭക്തിയോടെയും ഒക്കെ ചൊല്ലുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സത്യത്തിലെ ഗുരുവിൻ്റെ കൃതികൾ, ഗുരുവിൻ്റെ ആ മഹാസമാധിയുടെ 100ാം വാർഷികത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഗുരുവിൻ്റെ എല്ലാ കൃതികളും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം, ഒന്ന് മന്ത്രിച്ചെങ്കിലും കടന്നു പോകണം. ഏതെങ്കിലും കൃതികൾ ആരെങ്കിലും ചൊല്ലാത്തതുണ്ടെങ്കിൽ അതെല്ലാം പഠനം നമുക്ക് പതുക്കെ ആകാം, അതെല്ലാം ആലപിക്കണം, അറിയില്ലാത്തവരോട് ചോദിച്ച് പഠിക്കണം,
നമുക്ക് ഗുരുവിന് കൊടുക്കാനുള്ള ആ ബ്രഹ്മയജ്ഞം അത് തന്നെയാണ്. അവിടുന്ന് തന്നതിനെ ഭക്തിയോടെ സ്വീകരിക്കുക, അതിനെ നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ഏറ്റവും വെളിച്ചമുള്ളതായിട്ട് മാറുന്നത്. ഇപ്പോൾ ഗുരുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയായ വേദാന്ത സൂത്രം നമ്മൾ പലപ്പോഴും ആലപിക്കുന്ന സമയത്താണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും മാറ്റിവെച്ചിരുന്ന കൃതിയാണ്. ഇപ്പോൾ അത് നമ്മൾ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിലേക്ക് ഗുരു ഉള്ളടക്കി വെച്ചിരിക്കുന്ന ആശയങ്ങൾ ഒരു ഒരു അത്ഭുത ലോകത്തിലെത്തിയ പോലെയാണ് ഓരോ സൂത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ തോന്നാറുള്ളത്. അത്രയും ആശയം ഉള്ളടക്കി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗുരു. അപ്പോൾ അത് നമ്മളുടെ കൊച്ചു മനസ്സുകൊണ്ട് നമ്മൾ വിചാരം ചെയ്യുന്ന അറിവിലപ്പുറം എത്രയോ എത്രയോ വിജ്ഞാന ആ സാഗരം തന്നെ അവിടുന്ന് അതിലേക്ക് ഉള്ളടക്കിയിട്ടുണ്ടാവണം. അതിന് ജന്മാന്തരങ്ങളിലെങ്കിലും നമുക്ക് തെളിയണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ 14-ാമത്തെ സൂത്രമാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരിമാണം തതഹ എന്നുള്ളത്. അത് ഏകദേശം അതിൻ്റെ ഒരു ആശയം നമ്മൾ പറഞ്ഞു. അളന്ന് പരിമാണം തതഹ, തതഹ എന്ന് വെച്ചാൽ അതിൽ നിന്ന്, ആ ബ്രഹ്മസത്തയിൽ നിന്ന് ഉണ്ടായതെല്ലാം പരിമാണമാണ്, പരിമിതമാണ്, അളന്ന് അറിയത്തക്കതാണ്. പക്ഷെ അതുണ്ടായ ആ സത്യം അളക്കാനാവാത്തതാണ്. അളക്കാനാവാത്തതായ ആ സത്യത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം അളന്നറിയാവുന്നതാണ് എന്നുള്ളതാണ് സൂത്രത്തിൻ്റെ സാരാംശം. ഇനി നമുക്കതിലൂടെ ഒന്ന് കടന്നു പോകാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കാരണം ഏതൊരറിവാണോ പലതരം പ്രമാണങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ പ്രമാണങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്ന ആ അറിവിനെ അറിയാൻ, പ്രമാണങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ അറിവിനെ അറിയാൻ ഒരു പ്രമാണവും ഉപകരിക്കില്ല എന്നുള്ളതാണ്. എല്ലാ പ്രമാണങ്ങൾക്കും പ്രമാണമായ ആ സത്യത്തെ ഒരു പ്രമാണം കൊണ്ടും അളക്കാനാവില്ല. അളവുകോലില്ലാത്ത അറിവാണ് അത് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധയോടെ ശ്രമിക്കണം. ഇത് നമ്മളിൽ നിന്ന് അന്യമായ ഒരു കാര്യമല്ല പറയണത്, എവിടെയോ ഇരിക്കുന്ന കുറേ വസ്തുക്കളുടെ കാര്യമല്ല പറയണത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണേണ്ടത് എങ്ങനെയാണ്? നമ്മൾ കാണുന്ന വസ്തുക്കൾ, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ജീവിതം, ഇതെല്ലാം എന്താണ് എന്ന് വളരെ വ്യക്തമായി, വളരെ സത്യനിഷ്ഠയോടുകൂടി നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഇത് ഒരു പ്രഭാഷണം കേട്ട് കളയുന്നത് പോലെ ഒരു ചെവി കൂടി കേട്ടിട്ട് കളഞ്ഞു പോകാനുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു നെരുപ്പോടാക്കി അത് വെച്ചിട്ട് അതിനെ ഊതി ഊതി തെളിയിച്ച് അതിലൂടെ നമുക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി വെട്ടി തെളിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് പരിമാണം തതഹ, അളന്ന് തിട്ടപ്പെടുത്തുന്നതായി, അളന്നറിയുന്നതായി കാണുന്നതെല്ലാം ആ അപരിമേയതയിൽ നിന്ന് രൂപം കൊണ്ടതാണ്, ഉണ്ടായതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പലതരം അളവുകോലുകളെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞ അളവുകളാണ്, അളവുകോലുകളാണ്. നമ്മുടെ കണ്ണും മൂക്കും നാക്കും ത്വക്കും ചെവിയൊക്കെ ഒരു തരത്തിലുള്ള അളവുകോലുകളാണ്, മാപകങ്ങളാണ്, അളക്കുന്നവ തന്നെയാണ്. അതിലൂടെ കാണുന്ന അറിവുകൾ, എടുക്കുന്ന അറിവുകൾ, പിന്നെ എന്താ പറയുക, അളവുകോലുകൾ തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ധാരണകൾ ഒക്കെ ആയിട്ട് വരുന്നത് ഇതൊക്കെ അളവുകൾ തന്നെയാണ്. നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, മറ്റൊരാളെ കുറിച്ചുള്ള നമ്മുടെ ധാരണ, ഇതൊക്കെ ഈ ഒരു തരത്തിലുള്ള അളവുകളാണ്. നമ്മൾ പറയാറില്ല, നിന്നെ ഞാൻ പണ്ടേ അളന്നു വെച്ചിട്ടുണ്ടെന്ന്. പല സമയങ്ങളിലും നമ്മൾ അങ്ങനെ നമ്മളിൽ നിന്ന് തന്നെ വാക്കുകൾ വരാറുണ്ട്. അങ്ങനെ സങ്കല്പങ്ങളും ധാരണകൾ പോലും ഓരോരോ തരത്തിലുള്ള അളവുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം, നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളെല്ലാം ഒരു തരത്തിലുള്ള അളവുകൾ തന്നെയാണ്, അളവുകൾ തന്നെയാണ്. അറിവിൻ്റെ അതുപോലെ തന്നെ ആ അനുഭവങ്ങളെല്ലാം അറിവിൻ്റെ ഒരു ഭാവപ്രകടനങ്ങൾ മാത്രമാണ്. പരമമായ സത്യത്തിൻ്റെ ഭാവപ്രകടനങ്ങളാണ് ഓരോ അനുഭവങ്ങളും.
ആ അനുഭവങ്ങളെല്ലാം നമ്മൾ ഓരോ അളവുകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അറിവല്ലാതെ ഏതൊക്കെ അളവുകൾ കോലുകൾ വെച്ച് നമ്മൾ അളന്നാലും അറിവല്ലാതെ മറ്റൊരു സത്യമില്ല എന്നുള്ള ആ ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം. അറിവല്ലാതില്ല വേറൊന്നും. ഏതൊക്കെ രീതിയിൽ നമ്മൾ സഞ്ചരിച്ചാലും എത്തിച്ചേരേണ്ടത് അവിടെ ആയിരിക്കണം. അറിവല്ലാതില്ല വേറൊന്നും. അപ്പോൾ ബ്രഹ്മത്തിന്റെ ലക്ഷണം തന്നെ പറയുമ്പോൾ സച്ചിദാനന്ദം എന്നാണ് പറയുക. സച്ചിദാനന്ദം ബ്രഹ്മ. അതിൽ സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്നത് ആ ബ്രഹ്മമാണെന്ന്. സത്തെന്ന നിലയില് ആ എന്താ പറയുക, ആ അറിവ് ലോകമായി തീർന്നിരിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം സത്തെന്ന നിലയിൽ അത് ലോകമായിരിക്കുന്നു. ചിത്തെന്ന നിലയിൽ അത് ബോധമായിരിക്കുന്നു, അറിവായിരിക്കുന്നു. ആനന്ദം എന്ന നിലയിൽ അത് സുഖദുഃഖാദി അനുഭവങ്ങളായിരിക്കുന്നു. അത് ഒരേ ഒരു സത്യം എങ്ങനെയാണ് നമ്മളിലൂടെ അത് പ്രകടിതമാകുന്നത് എന്ന് പറഞ്ഞാൽ, സത്തെന്ന് പറഞ്ഞാൽ എല്ലാ ലോകമായിരിക്കുന്നത്, ചിത്തെന്ന് പറഞ്ഞാൽ എന്താ, ബോധമായിരിക്കുന്നത്, എല്ലാത്തിനെയും അറിയുന്ന അറിവായിരിക്കുന്നത്, ആനന്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന സുഖദുഃഖാദികൾ. ഇത് മൂന്നും ചേരുമ്പോഴാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണമാകുന്നത്. ലോകം, അറിവ്, അറിവിലൂടെ സ്ഫുരിതമാകുന്ന സുഖദുഃഖാദി അനുഭവങ്ങൾ, ഇതെല്ലാം ചേരുന്നതാണ് ആ ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണം. പ്രപഞ്ചമായി പ്രകടിതമാകുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ കാതില് അറിവിനെ അളക്കാനാവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് സർവ്വതിനും അളവുകോലായതുകൊണ്ടാണ്. ഒരു വാക്കിൽ, ആ ഒരു കുഞ്ഞു വാക്കിനെയാണ് നമ്മൾ ഇത്രയധികം ആവർത്തിച്ച് പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആവർത്തനോ അസകൃത് ഉപദേശ. പല പ്രാവശ്യം പറയുന്നതും ആവർത്തിക്കുന്നതും അത് ഉപദേശമായതുകൊണ്ടാണ്, ഗുരുവിന്റെ ഉപദേശമായതുകൊണ്ടാണ്. ആ കൊച്ചു വാചകത്തെ നമ്മൾ അതിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്ന ആശയങ്ങളിലേക്കൊക്കെ നമ്മൾ കൂടുതൽ 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 കടക്കാൻ ശ്രമിക്കുന്നത് മഹാഗുരുവിന്റെ ഉപദേശമായതുകൊണ്ടാണ്. അപ്പോൾ ഈ നമ്മൾ പറയാണ്, ആത്മോപദേശ ശതകത്തിലെ 94-ാമത്തെ ശ്ലോകം, ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നില വലുതായൊരു നീതികേടിതത്രേ, അരുതിയിടാനരുതാത് അവാങ്മനോ ഗോചരം ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. നമ്മളിതൊക്കെ പലവട്ടം പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഓരോ വട്ടം പഠിക്കുമ്പോഴും അതിൻ്റെ ആശയം കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് തെളിഞ്ഞു വരണം. ഓരോ സൂത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ ആശയം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് തോന്നും. പറയാണ്, അനൃതമായ ഈ പ്രപഞ്ചത്തിന് ആ പരമാത്മ സത്യമാകുന്ന അസ്ഥിതയെ മറച്ചു കളയാനാവില്ല, ഒരു സംശയമില്ല. പക്ഷെ ഇത് വല്ലാത്തൊരു നീതികേടാന്ന് ഗുരു പറയുക. ഉലകവും ഉണ്ടായി നിലനിന്നും അറിയുന്ന ഈ നാം ജീവിക്കുന്ന നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചവും അതിനെയൊക്കെ നിലനിർത്തുന്ന ആ സത്യം, അത് രണ്ടും കൂടി തിരിച്ചറിയാനാവാത്ത വിധം കൂടി കലർന്നു നിൽക്കുന്ന നില വലുതായൊരു നീതികേട് തന്നെയാണ്. അപ്പൊ നമ്മൾ സത്യത്തെ കാണാതെ ജഡത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നു. അപ്പൊ ഗുരു പറയാണ്, അറുതിയിടാനരുതാതെ അല്ലേ, അറുതിയിടാനരുതാതെ അവാങ്മനോ ഗോചരം എന്ന് തുടങ്ങിയെന്ന് അറിയില്ല. എങ്ങനെ ഇത് ഈ ഭ്രമം എവിടെ അവസാനിക്കുന്നെന്ന് അറിയില്ല. ആ എന്ന് അറിയാത്ത അനാദിയായ ആ സത്യത്തെ അറിയാൻ വാക്കിനോ മനസ്സിനോ ഒന്നും സാധ്യമല്ല. അവാങ്മനോ ഗോചരം, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എത്തിപ്പെടാനാവാത്ത ആ സത്യത്തെ ഏത് പ്രമാണങ്ങൾ കൊണ്ടാണ് അറിയാൻ സാധിക്കുക? ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. ഏത് പ്രമാണം കൊണ്ടാണ് ഈ സത്യത്തെ അറിയാൻ സാധിക്കുന്നത് എന്ന് ഗുരു ചോദിക്കുകയാണ്. അപ്പൊ പ്രമാണങ്ങൾക്കെല്ലാം പ്രമാണമായ ആ മഹാപ്രമാണത്തെ, ആ പ്രാമാണികനെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരളവുകോലും വെച്ചറിയാൻ പറ്റില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന അളവുകോല് വെച്ചോ നമ്മളുടെ സങ്കല്പങ്ങളോ ധാരണകളോ ഒന്നും കൊണ്ട് ആ സത്യത്തെ അളന്നറിയാൻ നമുക്ക് സാധ്യമല്ല. ഇതിലൊരു പ്രമാണവും ചലിക്കില്ല എന്ന് ഗുരു തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടായി മറയുന്ന പ്രപഞ്ചവും നാശമില്ലാത്ത സത്യവും കൂടി കലർന്നിരിക്കുന്ന ഈ നീതികേടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നീതികേടിനെ നമ്മൾ
വേർതിരിച്ച് നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ ആ ജഡത്തെ വേർതിരിച്ച് സത്യത്തിലേക്ക് സഞ്ചരിക്കാൻ നമ്മളൊരു ശ്രമം നടത്തണം. ചിന്തിച്ചാൽ ഇതിന് അവസാനം കണ്ടെത്താൻ പാടാന്ന് ഗുരു പറഞ്ഞില്ലേ, അറുതിയിടാൻ അരുതാതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള ആ സത്യത്തെ വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ഭാവന ചെയ്യാനോ സാധിക്കാത്തതായ ആ സത്യത്തെ ഒരു പ്രമാണങ്ങൾ കൊണ്ട് നിർണയിക്കാൻ പറ്റില്ല. പ്രമാണങ്ങൾക്കെല്ലാം പ്രമാണമായിരിക്കുന്നു ആ സത്യം. പറഞ്ഞു തന്നെ പറയണത്, പക്ഷെ അത് നമ്മളിലേക്ക് ഉറക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് നോക്കണ പരിമാണം എന്നുള്ള വാക്കെടുത്താല് നമുക്കറിയാം, പഞ്ചഭൂതങ്ങളാണ് ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും എല്ലാം പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ശക്തിയെ നമുക്ക് അളന്നറിയാൻ സാധിക്കും. പരമാണു മുതൽ സൂക്ഷ്മതലം വരെയുള്ള ആ നമ്മുടെ അറിവിന്റെ ആഴവും വ്യാപ്തിയും നമുക്ക് കടന്നു ചെല്ലാം. ഒരു പരമാണു മുതൽ ആ സൂക്ഷ്മതലം വരെ ഉള്ളിടത്തേക്ക് അറിവിന്റെ വ്യാപ്തി ആഴവും കടത്തിവിടാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. എത്രയേറെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നിരിക്കുന്നു, വികസിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പഞ്ചഭൂതങ്ങളുടെ ശക്തി അളന്നറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരമാണു മുതൽ ഏറ്റവും കുഞ്ഞണു മുതൽ അതിൻ്റെ അതിസൂക്ഷ്മമായ തലം വരെ ഉള്ള എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അവിടം വരെ അറിവിൻ്റെ ആഴവും വ്യാപ്തിയും കടന്നു ചെല്ലാം എന്ന് പറയുന്നു. പക്ഷേ അന്വേഷകന് സ്വസത്തയെ അളക്കാനാവുകയില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പഞ്ചഭൂതങ്ങളുടെ ശക്തിയെ അളക്കാം, പരമാണു മുതൽ സൂക്ഷ്മതലം വരെയുള്ള അറിവിന്റെ ഏതറ്റം വരെയും നമുക്ക് അളന്നറിയാനായിട്ട് സാധിക്കും. ശാസ്ത്രം അത്രയും വളർന്നു എന്നിരിക്കുന്നു. പക്ഷേ അന്വേഷകന് ഒരിക്കലും സ്വസത്തയെ അളക്കാനാവില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തൻ്റെ തൂക്കവും ഉയരവും ഒക്കെ നമുക്ക് അളന്നു നോക്കാം, എത്ര പൊക്കമുണ്ട്, എത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അളന്നു നോക്കാം. പക്ഷേ തൻ്റെ സത്തയെ ഏതളവുകോല് വെച്ചാണ് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുക എന്ന് പറയാണ്. അപ്പോൾ ഏറ്റവും പ്രാഥമികമായ ഈ പ്രാപഞ്ചികതയില് പ്രാഥമികമായ അളവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നീളം അളക്കാം, ഭാരം അളക്കാം, സമയം അളക്കാം. നീളം, ഭാരം, സമയം, ഇത് മൂന്നുമാണ് ഏറ്റവും പ്രാഥമികമായ അളവുകോലുകൾ. അപ്പോൾ ഇവിടെ ഈ അളവുകൾ കൊണ്ട് വസ്തുക്കളെയും വസ്തുതകളെയും ഒക്കെ നമുക്ക് താരതമ്യം ചെയ്യാം, അളന്നറിയാം. പക്ഷേ ഭൗതികത്തിലെ എന്താ പറയുക, നീളം, ഭാരം, സമയം, ഇതൊക്കെ അളന്നറിഞ്ഞ് നിത്യവും ഇങ്ങനെ അളന്നറിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ സ്നേഹത്തെ നമുക്ക് അളന്നറിയാൻ പറ്റുമോ? സന്തോഷത്തെ അളന്നറിയാൻ പറ്റുമോ? ദുഃഖത്തെ അളന്നറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഈ അനുഭവങ്ങളെ ഒരു അളവുകോലും കൊണ്ട് അറിയാൻ പറ്റില്ല. അത് അനുഭവമാകുന്ന മാനദണ്ഡം, അനുഭവത്തിന്റെ മാനദണ്ഡം മാത്രമേ ഉള്ളൂ. ഈ ജഡത്തെ നമുക്ക് എന്തുകൊണ്ടും അറിയാം. പക്ഷേ സച്ചിദാനന്ദ സ്വരൂപത്തിന്റെ അനുഭവമാണ് നമുക്ക് സന്തോഷവും സുഖവും ദുഃഖവും രാഗവും ദ്വേഷവും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നത്. പക്ഷെ അതിനെ നമുക്ക് അളക്കാൻ ഈ ഒരു ശാസ്ത്രജ്ഞന്മാർ ഒരു അളവുകോലും കണ്ടുപിടിച്ചിട്ടില്ല. സ്നേഹത്തെ അളക്കാൻ, ദുഃഖത്തെ അളക്കാൻ, സുഖത്തെ അളക്കാൻ ഒന്നും നമുക്ക് അളവുകോലുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയോ, നമ്മൾ ബയോളജി പഠിച്ചവരാണ്. അപ്പോൾ നമുക്ക് തലച്ചോറാണ് അറിവിൻ്റെ സംവേദന കേന്ദ്രമായിരിക്കുന്നത്. ഇവൻ നല്ല തലയുള്ളവനാന്ന് നമ്മൾ പറയാറുണ്ട്, നല്ല അറിവുള്ളവനാന്ന് പറയാറുണ്ട്. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തന മുഖാന്തരമാണ് എല്ലാവർക്കും അറിവുണ്ടാവുന്നത് എന്ന് നമുക്ക് ജീവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ അറിയാം, തലച്ചോറിൻ്റെ ആ ഒരു വലിപ്പത്തെ നമുക്ക് അളന്നറിയാൻ പറ്റും. വളരെ വളരെ സൂക്ഷ്മമായ തലങ്ങളിലേക്കാണ് ആ രണ്ട് വാക്കുകൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അറിവിൻ്റെ കേന്ദ്രമായ ആ തലച്ചോറിൻ്റെ വലിപ്പത്തെ നമുക്ക് അളന്നറിയാൻ പറ്റും. അതിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളെ നമുക്ക് എണ്ണിയെടുക്കാം. തലച്ചോറിൽ എത്ര ഭാഗങ്ങളുണ്ട് നമ്മൾ അടയാളപ്പെടുത്തി പഠിക്കും, കുട്ടികളെ പഠിപ്പിക്കും പരീക്ഷയ്ക്ക്. തലച്ചോറിന് എത്ര വലിപ്പമുണ്ട്, അതിലെത്ര അവയവങ്ങളുണ്ട് എന്നൊക്കെ എണ്ണിയെടുക്കും. ഇനിയോ അതിലെ ആ തലച്ചോറിലേക്ക് പോകുന്ന നാഡികളിലെ വൈദ്യുത ചാലകങ്ങളെ അല്ലെങ്കിൽ ആ കാന്തിക ചലനങ്ങളെ വരെ നമുക്ക് ആധുനിക യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്താം. കാന്തിക ചലനങ്ങളെ വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്താ,
അളന്നറിയാവുന്ന ലോകത്തിലുള്ളതാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ തലച്ചോറിനെ വരെ നമുക്ക് അളന്നറിയാൻ സാധിക്കും. പക്ഷേ തലച്ചോറിൽ ഉണ്ടാകുന്ന അറിവിനെ നമുക്ക് അളന്നറിയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അത് വളരെ ഒരു വെറുതെ നമ്മൾ യുക്തിപൂർവ്വം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. അറിവ് നമുക്ക് തരുന്ന തലച്ചോറിൻ്റെ വിസ്തീർണം എത്രയുണ്ട്, എത്ര വലുതാണ്, എത്ര വലിപ്പമുണ്ടെന്നറിയാൻ, അതിൻ്റെ അവയവങ്ങളെ അളന്നറിയാം, അതിലേക്ക് പോകുന്ന കാന്തിക ചലനങ്ങളുടെ ആ നാഡികളിൽ നടക്കുന്ന വൈദ്യുത സഞ്ചാലനത്തെ നമുക്ക് മോഡേൺ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അളന്നറിയാനും കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ അതെടുക്കുന്ന അറിവിനെ നമുക്ക് അളന്നറിയാനായിട്ട് സാധ്യമാകുകയില്ല. മനുഷ്യൻ്റെ ശരീരം തന്നെ ഒന്ന് പരിശോധിച്ചാൽ എത്രയോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവിടെ ഉണ്ട് അല്ലേ? കൃത്യമായി നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മളെ ശ്വാസോച്ഛ്വാസം കറക്റ്റ് ടൈമിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും, നമ്മളെ നാഡിമിടിപ്പും എല്ലാം നമ്മുടെ ഹൃദയസ്പന്ദനവും കണ്ണു ചിമ്മുന്നതും ഓരോ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നാം അറിയാത്ത ഒരു നിയാമകൻ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനോ അങ്ങോട്ട് നമ്മുടെ ദൃഷ്ടികൾ പായിക്കാനോ നമ്മൾ ഒരിക്കലും തയ്യാറല്ല. പുറമേയുള്ള കാര്യങ്ങളെ മാത്രം കണ്ടും ആസ്വദിച്ചും സംസാരിച്ചും പഠിച്ചും ഒക്കെ പോകുന്ന നാം നമ്മളിലേക്കൊരു എത്തിനോട്ടം നടത്താൻ പലപ്പോഴും തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറായാൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത് കോളേജ് പഠിച്ചതും എത്രയേറെ കഷ്ടപ്പെട്ട് എത്രയോ വർഷങ്ങൾ പാഴാക്കി കളഞ്ഞു പഠിച്ചതെല്ലാം വെറും ജഡവസ്തുക്കളെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അറിയേണ്ടതിനെ അറിയാതെ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്കിതെല്ലാം ഭാരമായി തോന്നുന്നത്. പക്ഷേ അറിഞ്ഞതിന് ശേഷം നമ്മളിത് പഠിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇത് തെളിയുന്നത്. അതുകൊണ്ടാണ് ഭൗതിക വിദ്യയോടൊപ്പം തന്നെ ആത്മീയ വിദ്യയും കൂടെ ചേർത്ത് വെച്ച് ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടാണ്. അവനവനെ അറിയാത്ത എന്ത് പഠനവും ഒരിക്കലും അത് പൂർണ്ണതയിലെത്തുകയില്ല. അവനവനിലേക്ക് കണ്ണു വായിക്കണം. അളന്നറിയാവുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം. ഈ അളന്നറിയാവുന്ന സകലതും ഉണ്ടായിരിക്കുന്നത് അളക്കാനാവാത്ത അപരിമേയമായ ആത്മവസ്തുവിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ തലച്ചോറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനെ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും കാര്യവും കാരണവും വെച്ചിട്ട് നമ്മൾ പഠിക്കണം. അതങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെ പ്രവർത്തനം എന്താണ്, ഇതിൻ്റെ പ്രവർത്തനം മന്ദീഭൂതമാകാൻ കാരണം എന്താണ്, അങ്ങനെ ഓരോന്നിനും കാരണവും കാര്യവും വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാരണവും കാര്യവും ഒക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ മാത്രമാണെന്ന് അധ്യാത്മശാസ്ത്രം പറയുന്നു. ഒരു തെറ്റുമില്ല അതിൽ. അതാണ് കറക്റ്റ്. ആർക്കാണ് എന്താണ് ഇത് ഇന്നതാണെന്ന് ഏത് ശാസ്ത്രജ്ഞനാണ് പ്രവചിക്കാൻ പറ്റുക? ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാം ശാസ്ത്രജ്ഞനായ എല്ലാത്തിനും അതീതമായിരിക്കുന്ന ആ ശക്തി ഇതിനെല്ലാം നിയന്ത്രിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ് എന്ന് ശാസ്ത്രലോകം പറഞ്ഞു വെക്കുന്നത് വെറും വിശ്വാസ പ്രമാണങ്ങൾ മാത്രം. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സമാധാനിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അവിടെ അനുഭവമില്ല. കാരണം ശാസ്ത്രലോകം കാര്യകാരണ സഹിതം കണ്ടെത്തി തരുന്ന അറിവുകളിൽ അനുഭവമില്ല, കണ്ടെത്തലുകളാണ്, വിശ്വാസ പ്രമാണങ്ങൾ മാത്രമാണ്. ആധുനികതയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അവർ ഇന്ന് വരെ കേട്ടിട്ടുള്ള തെറ്റായ ധാരണകളാണ്. ശരിയായ ആത്മീയത കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇതിനോട് മുഖം തിരിക്കുന്നത്. പുറത്തുള്ള ഏതോ ശക്തികളെയൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അകത്തേക്ക് തിരിയാനുള്ള ആ ഒരു ആഴത്തിലുള്ള ഒരു ആത്മീയത നമ്മുടെ യുവജനങ്ങളിലേക്കോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളിലേക്കോ പകർന്നു കൊടുക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു പഠന രീതി ഇന്നില്ല. ആധ്യാത്മികത പറയുമ്പോൾ പോലും നമുക്ക് തോന്നും, പലപ്പോഴും പറയുമ്പോൾ എവിടേക്കെയുള്ള ഒന്നിനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ. പക്ഷെ എവിടേക്കോ ഇരിക്കുന്നത് നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് തെളിയിക്കാൻ വേണ്ടി ഒരു ഉപാധി മാത്രമാക്കി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് പലർക്കും ഇല്ലാതെ പോകുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് പലരും അകന്നകന്ന് പോകുന്നത് സ്പിരിച്വാലിറ്റിയിൽ നിന്ന്.
സത്യത്തിൽ ഇത് എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് ഞാനിത് പഠിക്കാതെ പോയത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നഷ്ടമായി പോയല്ലോ എന്നായിരിക്കും പിന്നീട് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയണത്. നമ്മളിങ്ങനെ ഭക്തി പ്രസ്ഥാനവുമായി ഓടി 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 ഇങ്ങനെ നടക്കും. എവിടേക്കോ ഇരിക്കുന്ന ദൈവം എന്തൊക്കെയോ എനിക്ക് തരണം, അതിലൂടെ എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. ഇതിനപ്പുറം നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയ അംശമാണെന്ന് ഒരു ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ അവിടെ തെളിയുള്ളൂ. അപ്പോൾ സൂത്രം പറയാണ് പരിമാണം പരിമാണം തതഹ. അളന്നറിയാവുന്ന എല്ലാ സത്യത്തിനും അധിഷ്ഠാനം ആ പരമസത്യമാണ്. അപ്പോൾ ഗുരു നമുക്ക് പറഞ്ഞു തന്നു, നവനവം ഇന്നലെ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നവനവം ഇന്നലെ ഇന്നു നാളെ മറ്റേ ദിവസം അതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം. ഇതൊക്കെ ഇതിനോട് ചേർത്ത് പഠിക്കാൻ നോക്ക്. മറ്റു പലതിനും ഇത് ഉദാഹരണമാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയും ഇത് ചേരും അല്ലെ. ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം, നമ്മൾ ഓരോ ദിവസങ്ങളെയും അല്ലെ മാസങ്ങളെയും വർഷത്തെയും ഒക്കെ എണ്ണി 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 കഴിഞ്ഞു കൂടുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണി അളക്കുന്നതെല്ലാം ഭ്രമത്തെയാണ് അളക്കുന്നത്. എന്തൊരു നീതികേടാണെന്ന് ഗുരു പറഞ്ഞ എത്ര സത്യമാണിത്. നമ്മൾ ഈ പിറന്നാൾ ആഘോഷിക്കുന്നതും എന്താ പറയുക സപ്തതി ആഘോഷിക്കുന്നതും ഓരോരോ വാർഷികങ്ങൾ ആഘോഷിക്കുന്നതും എല്ലാം ഈ ഭ്രമത്തിൽ നിന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ മാത്രമല്ലേ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം. സ്വാഭാവികമാണ് ദേശവും കാലവും ഒക്കെ. ദേശകാലങ്ങൾക്ക് അതീതമാണ് നമ്മളിലെ ആത്മീയമായ ആ ഒരു ചൈതന്യം, ആത്മസത്ത എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാണ്, ദാർശനികമായ രീതിയിൽ നമ്മൾ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നതും ഒരളന്നറിയലാണെന്ന് പറയുന്നു. കാരണം ഒരു ദർശനം പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രമാണത്തെ വെച്ചുകൊണ്ടാണ് ആ ശാസ്ത്രം പഠിക്കുന്നത്. അപ്പോൾ അതും അളവുകോലാണ്. ഒന്നുകൂടെ മനസ്സിലാക്കാം. ദാർശനികമായ ദൃഷ്ടിയിൽ നമ്മൾ തത്വചിന്താപരമായി സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നതും ഒരു തരത്തിലുള്ള അളന്നു നോക്കലാണ് എന്ന് പറയുന്നത്. കാരണം ഇത് നാം പല പല പ്രമാണങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ ദാർശനിക രീതിയിൽ നമ്മൾ സത്യത്തെ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രമാണങ്ങളുടെ സഹായത്താൽ നമ്മൾ പഠിക്കുന്നതിനും അറിയുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. സർവവിധമായ പരിമിതികൾക്കും അപ്പുറമാണ് ഈശ്വര സത്യം. ഏത് പ്രമാണങ്ങൾ വെച്ച് പഠിച്ചാലും, ഏത് തത്വശാസ്ത്രം വെച്ചുകൊണ്ട് സത്യത്തെ പഠിച്ചാലും അതെല്ലാം പരിമിതിയോട് കൂടിയതാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഗുരുവിൻ്റെ ശ്ലോകത്രയി എന്നുള്ള കൃതി ഒന്ന് എടുത്തിട്ട് അടുത്ത ദിവസം നമുക്കതൊന്ന് വിചാരം ചെയ്യണം. അതൊക്കെ നമുക്ക് ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് പഠിക്കാവുന്നതാണ് ശ്ലോകത്രയി. അപ്പോൾ നമ്മൾ നമ്മുടെ ആയുസ് കണക്ക് കൂട്ടിയിരിക്കുന്നവരാണ്. ഒരു 60, 70, 75 കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പാക്ക് ചെയ്ത് തുടങ്ങും അല്ലേ. അതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, നമ്മൾ പാക്ക് ചെയ്ത് തുടങ്ങുക. എന്തിനാണ് അങ്ങനെയുള്ള ഒരു പാക്കിങ്? ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്തിനാണ് ഈ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഗുരു എത്രയോ ശ്ലോകങ്ങളിൽ, എത്രയോ കൃതികളിലൂടെ, എത്രയോ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ പ്രാപഞ്ചികതയിലെ നശ്വരതയെക്കുറിച്ച്. പക്ഷെ എന്തിനാണ് ഓർമ്മിപ്പിക്കണമെന്ന് വെച്ചാൽ ഈ ജഡത്തിനെ നമ്മൾ അധികമായി അങ്ങ് വിശ്വസിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ആ ജഡത്തിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ആത്മസത്ത നമ്മളിൽ ഇരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ, അതിന് ജനന മരണങ്ങളില്ലാത്ത ശാശ്വതമായ സത്തയാണ് എന്ന് അറിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ രോഗമോ ശരീരത്തിൻ്റെ നാശമോ നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. അപ്പൊ ഭയം ഉണ്ടാക്കാനല്ല നാശത്തെക്കുറിച്ച് പറയുന്നത്, ഭയം ഇല്ലാണ്ടാക്കാനാണ്. ഗുരു എപ്പോഴും ഇപ്പൊ മരിച്ച വീട്ടിൽ കരയുമ്പോഴൊക്കെ ഗുരു ചോദിക്കും, എല്ലാവരും മരിച്ചു പോകില്ലേ
അല്ലേ? ശരീരമല്ലേ പോകുന്നത്, ശരീരത്തിന്റെ സ്വഭാവം അത് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഭയം ഉണ്ടാക്കണ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ജഡത്തിനെ അധികം സ്നേഹിച്ചു പോയതുകൊണ്ടാണ്. അപ്പോൾ ഏതു നിമിഷവും വിട്ടുപിരിഞ്ഞു പോകാവുന്ന ഒരു ശരീരവുമായി ജീവിക്കുന്ന നാം ആ ശരീരത്തിൽ വന്നതും ഇതിൽ നിന്നതും ഇതിൽ നിന്ന് നനച്ചിരിക്കാതെ അങ്ങ് പോകുന്നതുമെല്ലാം നമ്മളുടെ പരിമിതിയിലോ അളവിലോ പെട്ടതല്ല. ആ കാൽക്കുലേഷനിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. അങ്ങനെ ഒരു പങ്കുമില്ലാത്തൊരു വസ്തുവിനെ എൻ്റെ സ്വന്തം എന്നും പറഞ്ഞ് താലോലിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ തെറ്റ്. ആ തെറ്റിനെ നമുക്ക് പറഞ്ഞു തരണ്ടേ? ആരെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞു തരണ്ടേ? അപ്പൊ അതിന് നമ്മുടെ മുന്നിലേക്ക് ഒരു ഗുരു വരണം. ആ ഗുരു വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഈ നശ്വരതയെ ഇത്രയും താലോലിക്കാതെ ചേർത്ത് പിടിക്കാതെ ആ അനശ്വരതയെ നീ തിരയൂ. ശരീരത്തോട് ഇരിക്കുമ്പോൾ, ബുദ്ധിയോട് ഇരിക്കുമ്പോൾ, ചൈതന്യം അതിനൊക്കെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമായിരിക്കുമ്പോൾ ഈ സത്യത്തെ തിരയണം. അത് ശാന്തമായും സ്വസ്ഥമായും ഒരു ജീവിതയാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യണം. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ആയുസ്സിനെ കുറിച്ച് സങ്കടപ്പെടുന്ന നാം അറിയേണ്ടത്, നാം എന്ന വ്യക്തിസത്ത രൂപം കൊള്ളാൻ ഇടയാക്കിയ ആ കാരണവസ്തു, നമ്മളെന്ന വ്യക്തി രൂപം കൊള്ളാൻ ഇടയാക്കിയ ആ ജീവൻ, ആ കാരണവസ്തു ജനനത്തിന് മുൻപും ഉണ്ടായിരുന്നു, നമ്മൾ ജീവിതം തുടരുമ്പോഴും ഉണ്ട്. ഇനിയോ മരിച്ചു കഴിഞ്ഞാലും അത് ആ നമ്മിലുള്ള സത്ത ഇല്ലാതെയാകുന്നില്ല. ഏത് സത്തയാണോ നമ്മളാക്കി ഈ ലോകത്ത് ജീവിപ്പിച്ചത്, ആ സത്ത ജനിക്കുന്നതിന് മുമ്പും ഇവിടെ ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും നാശമില്ലാത്ത സത്യമായി തന്നെ നിലകൊള്ളുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും, അതുകൊണ്ടാണ് ഉപനിഷത്തൊക്കെ പറയുന്നത്, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ, അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ എന്നാണ് ഋഷിമാർ, അറിവുള്ളവർ വിളിക്കുന്നത്. അവർ ഈ ശരീരത്തെക്കുറിച്ച് ഒട്ടും ബോധമിടാവുന്നില്ല, ഒട്ടും ചിന്തിക്കുന്നേയില്ല. അപ്പോ നമ്മളൊക്കെ അമൃതത്വത്തിന്റെ അരുമക്കിടങ്ങളാണെന്ന് നമ്മൾ അറിയേണ്ടത്. കാരണം ഈ അമൃതം നമ്മളിലേക്ക് ഭഗവാൻ കൊളുത്തി വെച്ചത് ഈ ജഡത്തെ ചേർത്ത് വെച്ച്, പഞ്ചഭൂതങ്ങളെ ചേർത്ത് വെച്ചിട്ട് എണ്ണിപ്പിടിച്ച്, കർമ്മത്തിനനുസരിച്ച് എണ്ണിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് എരി കൊളുത്തി ആ പിണ്ടത്തിന് അമൃത് തന്നു വളർത്ത ശംഭു എന്ന് പറയുന്നുണ്ട്. ആ അമൃതത്വത്തിനെ, അതുകൊണ്ടാണ് പറയുന്നത് അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ. ഉപനിഷത്ത് സത്യം തന്നെ ഗുരു തന്നിരിക്കുന്നത്. അപ്പൊ ആ ജഡത്തിൽ നിന്ന് ഇനി ആ ജഡത്തിൽ വന്ന് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അമൃതത്വം അവിടെ ഭഗവാൻ കൊളുത്തി വെച്ചത്. പക്ഷെ അത് കനല് മൂടി, ചാരം മൂടി 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 അത് ആകെ 1000 തരം ഇരുണ്ടും ആശയം പ്രതി ചുരുണ്ടും ഒക്കെ അങ്ങ് മഹസിലേക്ക് മറഞ്ഞു പോവുകയാണ്. പിന്നെയും വരും, പിന്നെയും പോവും, അത് തന്നെ. അപ്പോൾ ആ ചൈതന്യത്തെ ഒന്ന് ഊതി തെളിപ്പിക്കണം. ആ അമൃതത്വത്തെയാണ് നമ്മൾ താലോലിക്കേണ്ടത്, ജഡത്തെ അല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പലതരത്തില്, പല വാക്കുകളില്, പല സൂത്രങ്ങളിലൂടെ, പല ശ്ലോകങ്ങളിലൂടെ ഒക്കെ ഗുരു നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ജഡത്തിന് സംഭവിക്കുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒന്നും ആത്മാവിന് സംഭവിക്കുന്നില്ല. അത് നിത്യം ഫ്രഷാണ്, നിത്യനൂതനമാണ്, അമൃതത്വമാണ്. അതിന് ജനന മരണങ്ങളൊന്നുമില്ല. ആ ജനന മരണങ്ങളില്ലാത്ത ശാശ്വത സത്യത്തിൽ ഇരിക്കുന്നിടത്തോളം നമ്മൾ അതിനെ അറിഞ്ഞ് സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി ഇരിക്കുക. എനിക്ക് രോഗമാണ്, എൻ്റെ കഴിഞ്ഞു ഇനി, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. വെറും ജഡത്തിനാണ് രോഗം വന്നതെന്ന് ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. ഇത് വേദാന്തമല്ല. വേദാന്തം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം തന്നെയാണ്. അരട്ട് വേദാന്തമൊന്നും അല്ല ഇത് നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് തന്നെയാണ് ഇന്നത്തെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. അപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ മധ്യാവസ്ഥയിൽ മാത്രം കാണപ്പെടുന്നതാണല്ലോ നമ്മുടെ ഈ നാമവും രൂപവും ആയിട്ടുള്ള ഈ ശരീരം. തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, മരിച്ചു കഴിഞ്ഞ ശരീരമില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മാത്രം കാണപ്പെടുന്ന ഈ മധ്യത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ ശരീരത്തെ ഓർത്ത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഭൂമിയിൽ നടക്കുന്ന സകല കലഹങ്ങളും മത്സരങ്ങളും മതങ്ങളും ഒക്കെ.
ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ആചാര്യന്മാരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത. സത്യം പറഞ്ഞവർ ഇങ്ങനെയൊക്കെ പാടിയിട്ടുള്ളൂ അല്ലേ? കുറച്ചു കാലത്തേക്ക് മാത്രം കാണപ്പെടുന്ന ഈ വ്യക്താവസ്ഥയിൽ അല്ലേ, ആ എന്താ പറയാ, അതില് നമ്മൾ എന്തിനാണ് ഇത്രയധികം മത്സരിക്കുന്നത്? ഉള്ള സമയം ശാന്തവും സന്തോഷവും സമാധാനപരമായി ജീവിച്ചുകൂടെ? സത്യം അറിഞ്ഞാൽ നമുക്ക് സ്വസ്ഥവും ശാന്തമായി ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മതത്വത്തിൻ്റെ ഏകതയ്ക്ക് നിരക്കുന്ന ആ ജീവിത രീതി വേണം നമ്മൾ സ്വീകരിക്കാൻ. അതിനെയാണ് ഗുരു സദാചാരം എന്ന് പറയുക. ആത്മാവിൻ്റെ ഏകതയ്ക്ക് നിരക്കുന്ന രീതിയിലുള്ള ജീവിത തത്വങ്ങൾ നാം പിന്തുടരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നുണ്ട്, ആത്മോപദേശ ശതകത്തിലെ 67-ാമത്തെ ശ്ലോകം കൂടി ഒന്ന് കോട്ട് ചെയ്തോളണം കേട്ടോ. ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണം ഇവ രണ്ടും ഒഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ലിതു നിദ്രയിങ്കലും മേലിന നഗരത്തിലുമില്ല നൂനം. അതും ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചോണം. ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണം ഇവ രണ്ടും ഒഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ലിതു നിദ്രയിങ്കലും മേലിന നഗരത്തിലും എങ്ങുമില്ല നൂനം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഗണനയിൽ നിന്ന് കവിഞ്ഞതും ഒന്ന് സാധാരണവും. ഗണന എന്ന് പറഞ്ഞോ എണ്ണിയോ കണ്ടോ കേട്ടോ മണത്തോ രുചിച്ചോ ഒക്കെ അറിയുന്നതാണ് ഗണനയിൽ നിന്ന് അറിയുന്നത്, കണക്കുകൂട്ടി അറിയുന്നത്. കണ്ടും കേട്ടും മണത്തും രുചിച്ചും ഒക്കെ യുക്തി അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്നത്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായത് കേട്ടോ. ഗണനയിൽ നിന്ന് കവിഞ്ഞത് ചേർത്ത് വായിക്കുമ്പോൾ ഈ എണ്ണലുകൾക്ക് അപ്പുറത്തുള്ളത്, യുക്തിചിന്തകൾ കൊണ്ട് അറിയാനാവാത്തത് ഒന്ന്, എണ്ണി അറിയാനാവാത്തത് ഒന്ന്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആ എണ്ണി അറിയാനാവാത്ത ആ സത്യത്തിൽ നിന്നാണ് എണ്ണി അറിയാവുന്ന ഈ പ്രാപഞ്ച വസ്തുക്കൾ വന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനെയാണ് ഈ ഗണനയിൽ നിന്ന് കവിഞ്ഞത് എന്ന് ഗുരു പറയുന്നത്. ആ അപരിമേയത, കണ്ടോ കേട്ടോ ഒക്കെ മറ്റളവുകൾ വെച്ചോ അളക്കാൻ സാധിക്കാത്ത, ആ അളക്കാനാവാത്ത ആ അപരിമേയതയിൽ നിന്നാണ് അപരിമേയത ഒന്ന്. സാധാരണമായത്, ചിന്തിച്ചറിയാവുന്ന നമ്മുടെ കണ്ണുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്ന പ്രപഞ്ച കാര്യങ്ങൾ മറ്റൊന്ന്. രണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് വേദ്യമായതും അതിനതീതമായതുമായ രണ്ടറിവുകൾ. ഇത് രണ്ടും ഒഴിഞ്ഞൊരന്യരൂപം, ഇതല്ലാതെ മറ്റൊരറിവ്, മറ്റൊന്ന് നിലവിലുമില്ല. ഇത് നിദ്രയിങ്കലും, ഉണർന്നിരിക്കുമ്പോഴുമില്ല, ഉറക്കത്തിലുമില്ല. ഉണർവിൻ്റെയും ഉറക്കത്തിലെയും ഇടയിലുള്ള സ്വപ്നലോകത്തുമില്ല. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ അറിവ് ഒന്ന്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന അറിവ് മറ്റൊന്ന്. ഇത് രണ്ടിനും അപ്പുറത്തുള്ള ഒരറിവ് ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ഇനി വേറെ ഏതെങ്കിലും ഇനനഗരം സൂര്യലോകത്തോ സ്വർഗലോകത്തോ അവിടെയും ഇല്ല. കാരണം ഇത് കണ്ടറിഞ്ഞ ഋഷിയുടെ വാക്കാണ്. ഈ സമസ്ത ചരാചരങ്ങളിലെയും ആത്മസത്യത്തെ അറിഞ്ഞിരിക്കുന്ന, ആ നിറഞ്ഞിരിക്കുന്ന സത്യത്തെ അനുഭവിച്ച് ആ സത്യമായി മാറിയ ഋഷിയുടെ സ്വാനുഭവ ഗീതികളാണിത്. രണ്ട് വസ്തു ഇവിടെ ഉള്ളൂ. ഒന്ന് യുക്തിക്ക് അറിയാനാവാത്തത്, ഒന്ന് നേരിട്ട് അറിയാവുന്നതും. ഇത് രണ്ടും ഒഴിഞ്ഞ് മറ്റൊരു രൂപമില്ല. വേറെ ഒരു സ്വർഗലോകത്തോ വേറെ എവിടെയോ ഇല്ല എന്നാണ് ഗുരു നമ്മളോട് പറയുന്നത്. അപ്പോൾ എല്ലാതുമായിരിക്കുന്നത് ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന സകലതുമായിരിക്കുന്നത് ആദ്യം പറഞ്ഞ ആ ഗണനയിൽ നിന്ന് കവിഞ്ഞതിൽ നിന്ന് ഉണ്ടായതാണ്. അതിൽ നിന്നാണ് ഈ സാധാരണ രൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നും ഇവിടെ നമുക്ക് പഠിക്കാനോ അറിയാനോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പരമമായ പൊരുൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് മാത്രമാണ്. ഗണനയിൽ നിന്ന് കവിഞ്ഞ ആ പൊരുൾ തന്നെയാണ് എന്നിൽ ഞാനായിരിക്കുന്ന സത്യം. എന്നെ ഞാനാക്കിയിരിക്കുന്ന, എൻ്റെ വ്യക്തിസത്ത രൂപം കൊള്ളുന്നതിന് കാരണമാക്കിയിരിക്കുന്ന ആ സത്യം ആ ഗണനയിൽ നിന്ന് കവിഞ്ഞ പൊരുൾ തന്നെയാണ് എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പറയുകയാണ്.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിമാണം തതഹ എന്ന സൂത്രമാണ്. അതിൽ ഈ പ്രപഞ്ചത്തിലെ അളവുകളെല്ലാം തന്നെ ഓരോ തരത്തിലുള്ള എല്ലാ അറിവുകളും ഒരു തരത്തിൽ അറിയുന്നവയാണ്. വെറും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയൊക്കെ വെറുതെ ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം, വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം അളവുകൾ. നമ്മൾ നീളം അളക്കാൻ മീറ്റർ ഉപയോഗിക്കും, സെൻറ്റിമീറ്റർ അല്ലേ, പിന്നെ ദൂരം അളക്കാൻ കിലോമീറ്റർ, എല്ലാം അതെ. എന്ത് കാര്യം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്താലും അതിനൊക്കെ അളവുണ്ട്. ഒരു കടയിൽ പോയാൽ തന്നെ ഒരു ലിസ്റ്റ് അങ്ങ് കൊണ്ടുപോയാൽ ഓരോന്നിൻ്റെ അനുസരിച്ച് നമ്മൾ കിലോഗ്രാമും ഗ്രാമും ഒക്കെ ആയിട്ട് അളന്ന് കുറിച്ചാണ് കൊണ്ടുപോകണത്. അത് അവർ തരണത് തൂക്കി അതാതിൻ്റെ അളവ് പോലും വെച്ച് അളന്ന് തൂക്കിയാണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ എല്ലാത്തിനും അളവുകോലുണ്ട്. ദൂരമാണെങ്കിൽ കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഭൂമിയാണെങ്കിലോ അതും എത്ര അളവാണ് അല്ലേ. അതായത് ചതുരശ്ര മീറ്റർ ആയിട്ട്, സെന്റായിട്ട്, ഏക്കറായിട്ട്, ഹെക്ടറായിട്ട് ഒക്കെ അളന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി. ഒരു ഇഞ്ച് അപ്പുറത്തേക്ക് പോയാൽ നമ്മൾ സമ്മതിക്കില്ല. ആകെ ഈ ശരീരം പിന്നെ ദഹിപ്പിച്ച് കളയാനുള്ള അത്ര ഭൂമിയെ ഈ ലോകത്ത് നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഒരു ഇച്ചിരി അപ്പുറത്തേക്കോ പോകാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ അത് ഇങ്ങനെയെല്ലാം ഈ വസ്തുക്കളെല്ലാം നമ്മളിങ്ങനെ എൻ്റെ എന്ന് കരുതി ഇതെല്ലാം നമ്മൾ അളന്നും മനസ്സിലാക്കിയും കുറിച്ചും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എണ്ണ വാങ്ങാൻ പോയാലോ അരി തൂക്കണ അളവാണോ? അത് മറ്റൊരളവ് പോലാണ്. ഇനി വേഗത അളക്കാനോ അതിന് മറ്റൊരളവ് പോലാണ്, മീറ്ററാണ്. ഇനി ശക്തി അളക്കാനോ പവർ. അല്ല, അങ്ങനെ ഓരോന്നും ഇങ്ങനെ നമ്മുടെ ഈ സമയത്തെ പോലെ സെക്കൻഡാക്കി, മിനിറ്റാക്കി, ദിവസമാക്കി, ആഴ്ചയാക്കി, മാസമാക്കി, വർഷമാക്കി ഒക്കെ അളന്ന് കീറി മുറിച്ചാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മനുഷ്യൻ ആറ്റത്തിൻ്റെ വലിപ്പം മുതൽ ക്ഷീരപഥങ്ങളുടെ, അതായത് ഗാലക്സിയുടെ ആ ഒരു ദൂരം വരെ മനുഷ്യൻ അളക്കും. ആറ്റത്തിൻ്റെ വലിപ്പം മുതൽ ആ ആകാശഗംഗയുടെ ദൂരം വരെ മനുഷ്യൻ അളക്കുന്നുണ്ട്. എല്ലാത്തിനും, സമയത്തിന്, താപത്തിന്, വേഗത്തിന്, ഊർജത്തിന് ഒക്കെ യൂണിറ്റ് ഉണ്ടാക്കി. നമ്മൾ ഉപഗ്രഹങ്ങളിലേക്കുള്ള ദൂരം വരെ സെന്റിമീറ്റർ വെച്ച് നമ്മൾ കൃത്യത്തിൽ അളന്നു പറയാൻ ഇന്നത്തെ ശാസ്ത്രലോകം വളർന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുക. സ്നേഹം അളക്കാനുള്ള അളവ് പോലെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. സന്തോഷം അളക്കാനുള്ള അളവ് പോലെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആനന്ദം അളക്കാനുള്ള അളവ് പോലെ, ദുഃഖം അളക്കാനുള്ള അളവ് പോലെ, എത്ര കിലോഗ്രാം ദുഃഖം, എത്ര കിലോ ആനന്ദം, എത്ര ഗ്രാം കണ്ണീര് അങ്ങനെ ഏതെങ്കിലും അളവ് പോലെ അതിനെയൊക്കെ അളക്കാൻ കണ്ടുപിടിച്ചതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പക്ഷെ ഗുരു ഈ അളക്കാനാവാത്ത ആ അപരിമേയതയെ ഗുരു ചില അളവ് വെച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അനുഭവിച്ചപ്പോൾ ആ അനുഭവത്തെ ഒരു സാധാരണ മനുഷ്യനിലേക്ക് ഗുരുവിന് പകർന്നു തരണം. കാരണം ആ അറിവിന് നമ്മളെയും കൂടി പാത്രമാകണം, ചേർത്ത് പിടിച്ചുകൊണ്ട് പോവാനാണ്. ഏതൊരറിവാണോ ഭഗവാൻ അനുഭവിച്ചത് ആ അറിവിലേക്ക് കൈപിടിച്ച് നമ്മളെയും കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗുരു ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണെന്നറിയോ? ഭഗവാൻ അനുഭവിച്ച ആത്മീയമായ അറിവിനെ അതിനപ്പുറം ഒരു അളവ്, ഒരു എണ്ണം പറഞ്ഞിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഗുരു അനുഭവിച്ച ആ അനുഭവ പ്രകാശത്തെ അത് പ്രകാശമാക്കി പറഞ്ഞുകൊണ്ട് ഗുരു അതിനൊരു അളവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അളക്കാൻ പറ്റാത്ത അത് തന്നെ കണ്ടോ, നോക്കിയേ. അത് ഒന്ന് പറഞ്ഞത് 10,000 അവിടെ നമ്മൾ ശ്രദ്ധിച്ചോ? വരുവത് പോലെ വരും. പോലെ എന്ന് പറഞ്ഞാൽ അതാണോ? അതല്ല. അതുപോലെ എന്ന് പറഞ്ഞാൽ അതിന് തുല്യം എന്നർത്ഥം.
പക്ഷെ അതൊരു ഉപമയായിട്ട് ഇപ്പോൾ താമരയെ പോലെ കോമളമായ മുഖം എന്ന് പറഞ്ഞാൽ മുഖം ഒരിക്കലും താമര ഒരിക്കലും മുഖമല്ല, മുഖം ഒരിക്കലും താമരയാകാനും പോകുന്നില്ല. അതുപോലെ ആ അനുഭവത്തെ ഗുരു അളന്ന് നമ്മളോട് പറഞ്ഞു തന്നെ എന്തിനാന്ന് വെച്ചാല് അളക്കാനാവാത്ത ആ സത്യത്തെ ഒരളവുകോല് വെച്ച് കാരുണ്യത്തോടെ നമ്മൾ പറഞ്ഞു തന്നത് നമുക്കത് മനസ്സിലാവാനാണ്. എന്തെല്ലാം സുഖങ്ങൾ തേടി നമ്മളിവിടെ നടക്കുന്നു, വേണ്ടാത്ത സുഖങ്ങൾ. ആ സുഖങ്ങളെല്ലാം ദുഃഖമായി പരിണമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തേടുന്ന സുഖം നിങ്ങളുടെ ഉള്ളിലാണെന്നും അതിനെ പ്രോജ്വലിപ്പിച്ചാൽ ഒരു 10,000 സൂര്യൻ പ്രഭയാർന്ന ആ തേജസ്സോടെ നമുക്കതിനെ അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഗുരു പറഞ്ഞു തന്നപ്പോൾ സാധാരണ മനുഷ്യരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് ഗുരു അത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗുരു പറഞ്ഞല്ലോ 10,000 സൂര്യൻ ഉദിക്കുന്ന പോലെ. കാരണം അങ്ങനെയാണ് ഗുരു അടുത്തടുത്ത് പറഞ്ഞിട്ടുണ്ട്. 1,000,000 ദിവാകരൊത്തുയരും പടി. കണ്ട പടി അവിടെ അതും പോലെ എന്നാ പറഞ്ഞ. 1,000,000 ദിവാകരൊത്തുയരും പടി. ഇങ്ങനെയൊക്കെ ഈ അളന്ന് അറിയാനാവാത്ത ആ സത്യത്തെ ഭഗവാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ അത് നമുക്ക് വാക്കുകളിലൂടെ വെച്ചപ്പോൾ ഈ പ്രാപഞ്ചികമായ ജീവിതത്തിൽ ഉഴറുന്ന നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അവിടെ ഒരു അളവുകോല് വെച്ചുകൊണ്ട് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അളവുകോല് കൊണ്ട് ഒന്നും അളക്കാനാവാത്ത സത്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു അത്തരത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ മുന്നിലേക്ക് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ്വര സത്യത്തിൽ അളവിലല്ല അനുഭവത്തിലാണെന്നറിയണം. ഈശ്വര സത്യം അളന്നല്ല അറിയേണ്ടത്, അനുഭവത്തിലൂടെയാണ് അറിയുന്നത്. അത് ഏത് ലോകത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേപ്പിനോ ഒരു ത്രാസിനോ അല്ലെങ്കിൽ സകലവിധമായ അളവുകോലുകൾക്കും ഒക്കെ അപ്പുറമാണ് ആ ഈശ്വര സത്യം. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഉപഗ്രഹങ്ങളിലേക്കുള്ള ദൂരം വരെയും മനുഷ്യൻ സെന്റിമീറ്റർ കണക്ക് വെച്ച് വരെയും അളക്കാൻ ഇന്ന് മനുഷ്യന്റെ ബുദ്ധിക്ക് സാധിക്കും. അവിടെ വരെ ചെന്നെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനുഷ്യൻ ചിന്തിച്ചിട്ടില്ല, അതിലേക്ക് എത്താൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ ഗാലക്സിയെ അല്ല, ഈ ആകാശഗംഗയെ, ഈ ക്ഷീരപഥത്തെ ആരാണ് ചുഴറ്റുന്നത്? അതിനെ കറക്കുന്ന ആ നിയാമകൻ ആരാണ്? ആ നിശബ്ദ നിയമത്തിന് എന്ത് യൂണിറ്റാ ഉള്ള? കരച്ചിൽ വരും നമുക്ക്. ആ വാക്ക് 2 വാക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പ്രാപഞ്ചികതയിൽ എല്ലാം എണ്ണി അളന്നും കണക്കുകൂട്ടിയൊക്കെ സൂക്ഷിച്ച് കണക്കുകൾ വെച്ച് ലോക്കർ വെച്ച് പൂട്ടി എല്ലാം കൃത്യതയോടെ കണക്ക് വെച്ച് സൂക്ഷിക്കുന്ന നമ്മളോട് പറയുകയാണ്, ഒരു കണക്കിലും പെടാത്ത ആ അപരിമേയതയിൽ നിന്നുണ്ടായതെല്ലാം നമ്മൾ അളന്നറിയുന്നു എന്ന് പറയുമ്പോൾ അളക്കാനാവാത്ത സത്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ ഒരു എല്ലാത്തിനെയും പിന്നിലൊരു നിശബ്ദമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെ നമുക്ക് അളക്കാനുള്ള ഏത് യൂണിറ്റാണ് ഉള്ളത്? ആ സൃഷ്ടിക്കു പിന്നിലുള്ള സത്യത്തെ ഏത് സ്കെയിൽ വെച്ചാണ് നമ്മൾ അളക്കുക? സർവത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്ന ആ സർഗാത്മകതയെ ഏത് സ്കെയിൽ വെച്ച് നമുക്ക് അളക്കാൻ സാധിക്കും? ഗാലക്സിക്കും അപ്പുറമുള്ള ഈശ്വര സത്യത്തിൽ എത്താൻ നമുക്ക് എങ്ങനെ സാധിക്കുള്ളൂ? പരമസത്യാനുഭവത്തിലൂടെ മാത്രമേ ആ എല്ലാവിധമായ അളന്നറിവുകൾക്കും അപ്പുറമുള്ള അളവിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന സകലവിധമായ യൂണിറ്റുകളും അളവുകളും ഉണ്ടാക്കിയവനെ അളക്കാൻ സാധ്യമാകുകയില്ല. എല്ലാ യൂണിറ്റും കൊണ്ട് പ്രപഞ്ചത്തിലെ വസ്തുക്കളെ അളക്കാം. പക്ഷെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ ഈ അളവുകോൽ കൊണ്ടൊന്നും അളക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തിയെ അളക്കാൻ ഒരു ടേപ്പില്ല, അളവുകോലില്ല, മാപകമില്ല. അളക്കാൻ പറ്റുന്നതെല്ലാം നാശമുള്ളതാണ്. നാശമില്ലാത്ത ആ സത്യത്തെ അളക്കാൻ നമുക്ക് പറ്റില്ല. എന്തൊക്കെ നമ്മളിവിടെ അളന്നറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം നാശമുള്ളതാണ്.
നാശമില്ലാത്ത ആ സത്യത്തെ നമുക്ക് അളക്കാനായിട്ട് സാധ്യമല്ല എന്ന് അറിയേണ്ടതുണ്ട്. അപ്പം നമ്മുടെ സൂത്രം ഏതാണെന്ന് പറഞ്ഞേ. പരിമാണം തഥ. അത് ഏകദേശം ആ സൂത്രത്തിന്റെ സാരം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് പ്രപഞ്ചത്തിലെ വസ്തുക്കളിലേക്ക് നമ്മൾ ഇതിനെയൊക്കെ കണക്കുകൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യത്തെ ഗുരു പറഞ്ഞു തരികയാണ്. നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ ഈ അളവുകോലുകളൊക്കെ വച്ചിരിക്കുന്നു. പക്ഷേ ഈ അളവുകോലുകൾക്ക് ആധാരമായിരിക്കുന്ന ഒരു സത്യത്തെ അളക്കാൻ പറ്റാത്ത സത്യമാണെന്ന് ഒരു ബോധം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണം. ഈ പ്രപഞ്ച നാനാത്വമാർന്നതാണ്. ഈ ജീവരാശികൾ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ജീവരാശികളുടെ ജീവിത നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ വർഗത്തിനും, ഓരോ ജീവിവർഗത്തിനും അതിൻ്റെതായ വ്യത്യസ്തമായ ജീവിത നിയമങ്ങളുണ്ട്. അവരിലെ ഏറ്റവും അറിവ് കൊണ്ട് ശ്രേഷ്ഠം മുന്നിൽ മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന് അറിവ് കൊണ്ട് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉന്നതമായ പദവി ഞാൻ ബ്രഹ്മമാണെന്ന് അറിയലാണ്. അത് പറയാനാണ് ഇത്രയും പറഞ്ഞു വന്നത്. എല്ലാ ജീവികളിലും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള അളവുകോലുകൾക്ക് അതീതമായ ആ അളവിനെ പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ അറിവ് കൊണ്ട് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉന്നതമായ തലം എന്താണെന്നറിയോ? ഞാൻ ആ അളക്കാൻ പറ്റാത്ത അപരിമേത തന്നെയാണെന്ന് തിരിച്ചറിയലാണ്. അവിടെ അവനെയാണ് ധീരൻ എന്ന് പറയാം. അല്ലാതെ വലിയ സാഹസങ്ങൾ കാണിച്ച് ഈ ലോകത്ത് ജീവിച്ച് എല്ലാവരും അടിച്ചൊതുക്കി എല്ലാത്തിനും മേതെ രാജാവായി വാഴുന്നവനല്ല ധീരൻ. സത്യത്തിൽ ഗുരുവിനെ പോലെയുള്ള ധീരന്മാര് അപൂർവം മാത്രമേ ഈ ലോകത്തേക്ക് അവതരിച്ചിട്ടുള്ളൂ. ധീരതയാർന്ന് ആ സത്യത്തിലേക്ക് സഞ്ചരിച്ച് ആ സത്യമായി മാറി ഞാൻ ആ സത്യം തന്നെയാണെന്ന് അനുഭവിച്ചിട്ട് ആ സത്യത്തെ പതിത ജനകോടികൾക്കായിട്ട് പകർന്നു കൊടുക്കുകയും കൂടി ചെയ്തു. പകർന്നു കൊടുത്തു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ 100 വർഷമാകുമ്പോൾ നമ്മൾ ഓരോ കൃതികളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഗുരുദേവ ദർശനം എല്ലാ മനസ്സുകളിലേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ നമ്മളോട് ചെറുതായിട്ട് പറഞ്ഞാൽ മതി, അവർക്ക് കുറച്ച് അറിവുള്ളൂ, ഇങ്ങനെയൊക്കെ പലരും സംഘാടകർ പറയും. പക്ഷേ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവരവരുടെ ഹൃദയത്തിലേക്ക് സ്പർശിച്ചു കൊടുക്കും. അവർ കേൾക്കാനിരിക്കുന്ന ഇതാണ്. അപ്പോൾ കേൾക്കേണ്ടത് കേട്ടു തുടങ്ങുമ്പോൾ പതുക്കെ ആ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് നമുക്ക് കാണാം. ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ, പിണ്ടനന്ദി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ശരിക്കും ക്ഷേത്രത്തിൽ ഞാൻ ഇത്തിരി നേരത്തെ ചെന്നതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ ഇങ്ങനെ അവിടെ തന്നെ നാളെ ചതയമായതുകൊണ്ട്, നാളെയല്ല മറ്റന്നാൾ ചതയായതുകൊണ്ട് ആ ക്ഷേത്രമൊക്കെ അടിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കി ഇടുന്ന ഒരു അമ്മൂമ്മ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം കൃതി വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ അകത്ത്. എല്ലാവരും എത്തുന്നേ ഉള്ളൂ, പഠിതാക്കൾ. അപ്പോൾ ആ സമയത്ത് ഈ അമ്മ 2-3 അമ്മ ചക്കപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം പണിയൊക്കെ എടുത്ത് വിഷമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് 2-3 എനിക്ക് കൊണ്ടുവന്ന് തരുവാണ്. എന്നിട്ട് കഴിച്ചോ, ഇത് കഴിക്കണ കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ വയറ് നിറയണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ എന്നോട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യണം, വേഗം ഈ ജോലിയൊക്കെ തീർത്തിട്ട് ആ ക്ലാസ്സിലേക്ക് വന്നിരിക്കണം. ഇന്ന് പിണ്ടനന്ദി എടുക്കാൻ പോണേ. അപ്പോൾ അതിലൊരു 4 വരി കേൾക്കണം. നമ്മൾ ഗുരുവിൻ്റെ പാദസേവ ചെയ്ത് ഗുരുവിൻ്റെ ക്ഷേത്രം വൃത്തിയാക്കി എല്ലാം ഒതുക്കി വെച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി ഒക്കെ ഇരിക്കുമ്പോൾ ഗുരു പറഞ്ഞും കൂടി നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ ഇവിടെ വന്നിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം വേഗം പണിയൊക്കെ തീർത്ത് വന്നിരുന്നു. പിണ്ടനന്ദിയുടെ 4 വരി
കേട്ട് കഴിഞ്ഞപ്പോൾ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ എനിക്കൊന്നും അങ്ങ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് മനസ്സിലാവും, വരാൻ പറഞ്ഞു. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ പറയും, അത് വലിയ അക്ഷരത്തിൽ എനിക്ക് എഴുതി തരണം, എന്നും പാടിക്കൊണ്ട് നടക്കാനാണ്. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ അമ്മയ്ക്ക് തെളിയണ പോലെ വേറെ ആർക്കും തെളിയില്ല. എത്ര പഠിപ്പുള്ളവർക്കും പത്രാസുള്ളവർക്കും ഒന്നും ഗുരുവിൻ്റെ മുമ്പിൽ ചെന്ന് ചിലപ്പോൾ ആ 4 വരി ചൊല്ലുമ്പോൾ ഏറ്റവും അധികം ഭഗവാൻ പ്രസാദിക്കുന്ന ആ അമ്മയുടെ അടുത്തായിരിക്കും. തൊഴുതുകൊണ്ടാണ്, കൈ തൊഴുത് നെഞ്ചത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് കേട്ടത്. നടക്കാൻ പോലും വയ്യ പാവത്തിന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഗുരു പറഞ്ഞു തന്നത് എന്താന്ന് അമ്മയ്ക്ക് അറിയോ? ഗുരുവിൻ്റെ കൃതി എന്തെങ്കിലും നമുക്ക് ചൊല്ലാൻ അറിയോ? അപ്പോൾ ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല. സങ്കടം വരുമ്പോൾ സ്വാമിയുടെ അടുത്ത് കരഞ്ഞു പറയും. സ്വാമി അതെല്ലാം കേൾക്കും. ഞാൻ സ്വാമിയോടും പറയും, സ്വാമി എന്നോടും സംസാരിക്കും. അത്രേ അറിയുള്ളൂ അമ്മയ്ക്ക്. പക്ഷേ ഇന്ന് 4 വരി കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഗുരുവിൻ്റെ കൃതി പഠിപ്പിക്കണത് അമ്മ കേൾക്കണത്. ഒരു 85 വയസ്സ് 90 വയസ്സെങ്കിലും കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറയണത്, ഭഗവാൻ എത്ര മനസ്സിലാവില്ലെന്ന് പറയുമ്പോഴും ഗുരുവിൻ്റെ കൃതികളിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാരുണ്യമുണ്ട്. അത് ആരുടെ മനസ്സിലേക്ക് അത് പതിയുന്നോ അവരിൽ ഒരു ചലനം ഉണ്ടാക്കിക്കൊണ്ട് അത് വീണ്ടും വീണ്ടും അത് കേൾക്കാനായിട്ട് ഓടി വരുന്ന തരത്തിൽ ഒരു ആർദ്രതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗുരു ഇത് നൽകിയത് പതിതരായ ജനകോടികൾക്കാണ്. അത് നൽകിയപ്പോൾ ഗുരുവിൻ്റെ അരുളും അൻപും അനുകമ്പയൊക്കെ അവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സർവോപരി അത് അനുഭവവാക്യാണ്. നമ്മളൊരു കഥ വെറുതെ ഉണ്ടാക്കി പറയണതും നമ്മൾ ആ കഥ അനുഭവിച്ച് അതിലൊരു കഥാപാത്രമായി നിന്നുകൊണ്ട് ഈ ജീവിച്ചിട്ട് നമ്മളത് പറയുമ്പോൾ പറയണവരിലേക്ക് അത് പെട്ടെന്ന് പതിയുകയും അതൊരിക്കലും മറക്കാത്ത അനുഭവമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ ഗുരു ആ സത്യത്തെ സാക്ഷാത്കരിച്ച് അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും, ഞാൻ എപ്പോഴും ഓർക്കും, എന്തുകൊണ്ടാണ് ഇത്രയും ടഫായ കൃതി പഠിക്കുമ്പോൾ എങ്ങനെ ഇതിനകത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി കേൾക്കുന്നില്ലെങ്കിൽ പോലും ഗുരുവിൻ്റെ കൃതി വിചാരം ചെയ്യുന്ന ഈ സത്സംഗത്തിൽ ഞാനും ഒരു പങ്കാളിയായിക്കൊണ്ട് എനിക്കിവിടെ ഇരിക്കണം എന്ന് കരുതിയിട്ട് ഈ ഫോണിൽ നിന്ന് ലെഫ്റ്റ് ആകുന്ന കാണുന്നില്ല ഇതിനകത്തുനിന്ന്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഭഗവാനെ ഒരു ഫലം തരണേന്ന് ഞാൻ എപ്പോഴും ഗുരുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം, അതിലൂടെ നമുക്ക് സഞ്ചരിക്കണം, നമ്മുടെ ജീവിതത്തിന് ദുഃഖം മാറണം, ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. മനുഷ്യന് ഈ അറിവ് കൊണ്ട് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉയർന്ന ഇടം ഞാൻ ആ സത്യം തന്നെയാണെന്ന് തിരിച്ചറിയലാണ്. ഞാൻ തങ്കമ്മയാണ്, ഞാൻ ഓമനയാണ്, ഞാൻ ദുഃഖമാണ് എന്ന് കരുതിയല്ല ഇവിടുന്ന് പോകേണ്ടത്. ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ് എന്ന് നിരന്തരം ഭാവന ചെയ്യുന്ന ഭക്തനെയാ ഗുരുവിനിഷ്ടം. അങ്ങനെയുള്ള ഭക്തനായി മാറാൻ വേണ്ടിയിട്ടാണ് ഗുരു പറയുന്നത്, അളന്നറിയുന്നതായി കാണപ്പെടുന്ന ഈ സകല വസ്തുക്കളും അളക്കാനാവാത്ത ആ ഈശ്വര സത്യത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയുക. അപ്പോൾ എന്താ പറയുക, അളന്നറിയാവുന്ന എല്ലാ വസ്തുക്കളും ആ ഒരു അളക്കാനാവാത്ത അധിഷ്ഠാന സത്തയിൽ പ്രതീതമായി ഇരിക്കുന്നത് മാത്രമാണ്. ജന്മമരണങ്ങളും എല്ലാം ആ പൊന്തി വരുന്നത് ആ ഭാവപ്രതീതിയുടെ തലത്തിൽ മാത്രമാണ്. പരമാത്മ സത്യത്തിന് ജനന മരണങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ സൂത്രത്തിൻ്റെ സാരാർത്ഥം. അപ്പോൾ ഏതായാലും ഒരു 2 കുഞ്ഞ് വാക്കുകളുള്ള ആ 1 2 3 4 5 6 അക്ഷരം ഉള്ള ആ സൂത്രത്തിലൂടെ ഗുരു ഈ ജഡാത്മകമായ പ്രപഞ്ചത്തെ വളരെ വ്യക്തമായി അളവുകോലുകൾ വെച്ചുകൊണ്ട് അളക്കുന്ന ഇതിൻ്റെ ആ അളവുകോലില്ലായ്മയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അടുത്ത സൂത്രം നമുക്ക് ഇനി എന്തായാലും തുടങ്ങുന്നില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സൂത്രം തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് വരെയുള്ള ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇതിനു മുമ്പുള്ള
എല്ലാ സൂത്രങ്ങളും ഒന്ന് ഉപാസന ചെയ്യണം, ധ്യാനിക്കണം. അതിൻ്റെ ആശയമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് എടുക്കണം. അപ്പോൾ ഈ ക്ലാസ് ശ്രവിച്ച എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഗുരുവും തസ്സത്.